ജാമിദ ടീച്ചർ, ഇവിടെ ശ്രീ ഒ അബ്ദുള്ള സൂചിപ്പിക്കുന്ന അതേ നിലപാടാണോ അങ്ങേക്കുള്ളത്? കാരണം ജമാഅത്തെ ഇസ്ലാമി ഈ പറയുന്നത് പോലെ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള സംഘടനയാണോ, അതോ ബംഗ്ലാദേശിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള അക്രമങ്ങൾക്ക്, അതിക്രമങ്ങൾക്ക്, അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു റോളില്ലേ? ടീച്ചറുടെ അഭിപ്രായം പറയും. 2024 ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന്റെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയതിന് ശേഷം നമ്മള് സമൂഹ മാധ്യമത്തിലൂടെ കാണുവാണ് അവിടുത്തെ ന്യൂനപക്ഷ വേട്ട എന്താണെന്ന്. ആ സമയത്ത് അവിടെ അവാമി ലീഗിനെ പരാജയപ്പെടുത്തിയിട്ട് ഉയർന്നു വന്ന ഒരു വിദ്യാർത്ഥി നേതാവ് കൂടിയാണ് യുവ നേതാവായിട്ടുള്ള ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന വ്യക്തി. അപ്പോ ജെൻസി നേതാവ് എന്നയാളെ ചെല്ലപ്പേരിൽ മാധ്യമങ്ങൾ വിളിക്കാൻ കാരണം എന്താണെന്ന് തന്നെ അയാളുടെ പ്രവർത്തന മേഖലകൾ എങ്ങനെയായിരുന്നു സജീവമായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇയാള് ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കുക എന്ന ആശയത്തിനു വേണ്ടിയാണ് നിലനിന്നത്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലെയൊക്കെ ചിക്കൻ നെക്ക് വഴി മുറിച്ച് ബംഗ്ലാദേശിൽ ചേർക്കണം എന്നതായിരുന്നു ഇവന്റെ പാർട്ടിയായിട്ടുള്ള ഇൻഖിലാബ് മഞ്ചയുടെയും ഇവിടെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ലക്ഷ്യം വെച്ചത് അത് തന്നെയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആഗ്രഹം പറഞ്ഞിട്ടാണ് ഇവൻ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശ് ഇലക്ഷൻ ആരംഭിക്കാൻ പോകുന്നു. അതിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് ബൈക്കിൽ വന്ന 3 പേരാണ് ഇവന്റെ തലയിലോ ചെവിയിലോ ഒക്കെ ഓട്ട വെച്ചു എന്ന് നമ്മൾ കേൾക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ ഇലക്ഷൻ നടത്താനിരിക്കുമ്പോഴാണ് അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനിരിക്കുന്ന ഈ ഹാദി ഇയാൾ വെടിയേറ്റത്. ഇയാളെ സിംഗപ്പൂരിലെ അത്യാധുനികമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു. ഈ ഹാദിയെ വെടിവെച്ചവർ എന്ന് സംശയിക്കുന്ന 3 അവാമി ലീഗ് പാർട്ടി പ്രവർത്തകര് ഇന്ത്യയിലേക്ക് വന്നു എന്ന് ബംഗ്ലാദേശ് ആരോപിക്കുന്നു. യാഥാർത്ഥ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇന്ത്യക്കെതിരെ ഇപ്പോൾ സംസാരിക്കുന്ന കടുത്ത ഇന്ത്യ വിരുദ്ധരായ ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ന് വാനോളം പൊക്കുന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ നേതാവും ഫൗണ്ടർ ഹെഡുമായിട്ടുള്ള മൗദൂദി പറഞ്ഞ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കാണുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ചിട്ട് വാനോളം ഒ അബ്ദുള്ള പൊക്കുന്നുണ്ടല്ലോ. ആരാ പറഞ്ഞത് യുദ്ധമുണ്ടായിട്ടില്ല എന്ന്? ഇസ്ലാമിക രാജ്യമുണ്ടായാൽ കുഴപ്പമില്ലാന്ന്. ചിലപ്പോൾ ഒ അബ്ദുള്ളക്ക് കുഴപ്പമുണ്ടാകത്തില്ല, പക്ഷെ ഞങ്ങളെ പോലെയുള്ള മതേതര വിശ്വാസികൾക്ക് കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ബാധിക്കപ്പെട്ട ഒരു രാഷ്ട്രമുണ്ട്. നിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാനെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇസ്ലാമിക ഭീകരവാദം പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നാലും ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും SDPI ആയിരുന്നാലും ഇവരുടെയൊക്കെ പ്രധാനമായിട്ടുള്ള അജണ്ട എന്താണ്? ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ്. ലോകം മൊത്തം ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല എന്ന് ഇങ്ങനെ പറയും. ഭൂമിയിൽ കുഴപ്പമുണ്ടാകാതിരിക്കുകയും അല്ലെ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്നാ ഖുർആൻ പറഞ്ഞത്. ആ ഖുർആനിന്റെ അധ്യാപനങ്ങളെ ഇല്ല എന്ന് അബ്ദുള്ള എങ്ങനെ പറയും? ഇസ്ലാമിക ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഖുർആനിലെ 164ഓളം വചനങ്ങൾ ഞാൻ പറഞ്ഞു തരാം, സമയമുണ്ടെങ്കിൽ ഇരുന്ന് കേട്ടാ മതി. അപ്പോ ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ്. ഇസ്ലാം ഉപേക്ഷിച്ചതിന്റെ പേരില് പുറത്താക്കപ്പെട്ട എത്രയോ ആളുകൾ, എത്രയോ പീഡിപ്പിക്കപ്പെട്ടവർ, കൊല ചെയ്യപ്പെട്ട ആളുകൾ. ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമി ആദ്യം ലക്ഷ്യം വെച്ചത് ആരെയാ? അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളെയാ. എത്രയോ പെൺകുട്ടികൾ തെരുവോരങ്ങളിൽ കിടന്ന് ബലാത്കാരത്തിന് ഇരയാക്കപ്പെട്ടു മരിച്ചു വീണു. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ ഇവിടെ ആരുമില്ല. കാരണം എന്താ? ഒരു കയ്യിൽ ഖുർആനും മറു കയ്യിൽ വാളും പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം തീവ്രവാദികൾ ഇറങ്ങി തിരിച്ചു. ജമാഅത്തെ ഇസ്ലാമികൾ തീവ്ര ആശയമില്ലാത്തവരാണെന്ന് എങ്ങനെ പറയും അദ്ദേഹം? വാളുകൊണ്ടല്ലെങ്കിൽ കൈകൊണ്ട്, അതല്ലെങ്കിൽ കോപത്തോടു കൂടി ഒന്ന് നോക്കിയിട്ടെങ്കിലും കാഫിറുകൾക്കെതിരെ പോരാടണം എന്നാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നത്. മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അബ്ദുള്ളയ്ക്ക് മനസ്സിലാകും. സുനൻ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 2901, 2783, എത്ര വേണം? തിർമുദി 3376, നെസായിയുടെ പുസ്തകം വേണോ? ബുഖാരിയുടെ പുസ്തകം വേണോ? ഇബ്നു അബ്ബാസിന്റെ തൻവീറുൽ മിഖ്സാസ് വേണോ? എത്ര പുസ്തകങ്ങൾ വേണം? മുഹമ്മദ് നബി എന്താ പഠിപ്പിച്ചത്? ഇഹലോക ജീവിതത്തെ പരലോകത്തിന് പകരം വെക്കാൻ തയ്യാറുള്ളവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തണമെന്ന് ഖുർആൻ 4-ാം അധ്യായം 74 എന്താ പറഞ്ഞത്? അപ്പോൾ ഖുർആൻ ലക്ഷണമൊത്ത ഒരു വർഗീയ ഗ്രന്ഥമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്.
അപ്പൊ അതുകൊണ്ട് ആ ഇസ്ലാമിനെ നിങ്ങൾ എത്ര കണ്ട് വെള്ളപൂശിയിരുന്നാലും ശരി, ഈ പുസ്തകം ഇവിടെ ഉള്ളിടത്തോളം കാലം ഇന്ത്യയിലെ ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ എ തൊയ്ബ, അൽ ഖ്വയ്ദ, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യൻ മുജാഹിദീൻ, സിമി, SDPI ഇവരൊക്കെ നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ലോകത്തെ മുഴുവനും സമാധാനം നശിപ്പിക്കാനും കാഫിറുകളെ ഇല്ലാതാക്കാനും വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ 200ഓളം തീവ്രവാദ സംഘടനകൾ. ഇവർക്കൊക്കെ ആയുധവും പണവും കൊടുക്കുന്നതാരാ? ഇറാൻ പോലെ, ഖത്തർ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ. ലോകത്ത് മതത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇസ്ലാം മതത്തിന്റെ പേരിലാണ്. പാകിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാൻ, സിറിയ, ഇറാൻ, ഇറാഖ് എത്ര വേണം. ഇന്ത്യയിലെ ഹിന്ദുക്കളും യൂറോപ്പിൽ ക്രൈസ്തവരും ഇസ്രയേലിൽ ജൂതന്മാരും കൊല്ലപ്പെടുന്നത് എതിർഭാഗത്താര് നിൽക്കുന്നത് കൊണ്ടാ. ഒരു സമാധാന മതത്തിന്റെ കുന്തവും പേരി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആരാന്റെ പിരടിക്ക് കാച്ചാൻ പോകുന്നത് കൊണ്ടാ. ഇത് തന്നെയാണ് ഇവിടെ പഹൽഗാമിലും സംഭവിച്ചത്. 29 പേരുടെ തുണി പൊക്കി നോക്കി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊന്നത് ആരായിരുന്നു? ഈ ഇസ്ലാം മത തീവ്രവാദികളാ. എന്തിനു വേണ്ടിയായിരുന്നു? ലോകം മൊത്തം ഇസ്ലാമിനെ ആക്കാൻ വേണ്ടിയിട്ട് നടന്നതാ. ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന മദ്രസാധ്യാപകർക്ക് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മതമില്ലാത്തവന്റെയും ഇതര മതവിഭാഗത്തിന്റെയും ഒക്കെ നികുതി പണം പെൻഷനായും സബ്സിഡിയായും വിവിധ തരത്തിലുള്ള സംവരണ ആനുകൂല്യങ്ങളായും സ്കോളർഷിപ്പ് ആക്കിയും ഒക്കെ ഇവർക്ക് വാരിക്കോരി കൊടുത്തിട്ട് അവസരം കിട്ടിയാൽ അമുസ്ലിങ്ങളുടെ തലയെടുക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഈ മതത്തില് ലോകത്തിന് വെളിച്ചമായിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെത്തൽ, ലോകത്തിന് ഏതെങ്കിലും രൂപത്തിൽ മാനവികത തന്ന എന്തെങ്കിലും ഒരു വചനം ഒന്ന് പറയാൻ അദ്ദേഹത്തോട് പറ. ഇപ്പൊ ലോകം മുഴുവനും തീവ്രവാദി ആക്രമണം കാരണം ഇല്ലാതാക്കി മുസ്ലിങ്ങൾ മാത്രമുള്ള ലോകം കെട്ടിപ്പടുക്കുക. ചൈനയിൽ ഈ മതം പ്രചരിപ്പിച്ചാൽ പിടിച്ച് ജയിലിലിടും. മാനസിക രോഗമായിട്ട് ഇസ്ലാമിനെ ചൈന കാണാൻ എന്താണ് കാരണം? അപ്പോൾ ഇവർക്കാർക്കും ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് ചൈനയിൽ ബോംബ് പൊട്ടുന്നില്ല. ചൈന അമേരിക്കയെക്കാൾ വലിയ ശക്തിയായിട്ട് തീവ്രവാദികൾക്കെതിരെ ഉയർന്നു നിൽക്കുവാണ്. ആദ്യകാലത്ത് ടിപ്പു ആണെങ്കിലും ബാബർ ആണെങ്കിലും വാര്യംകുന്നനാണെങ്കിലും ഔറംഗസീബ് ആണെങ്കിലും ഇവരൊക്കെ പ്രവാചകൻ കാണിച്ചു തന്ന അതേ സമാധാനത്തിന്റെ വഴിയിലൂടെ വാൾത്തലപ്പിലൂടെ കൊന്നും കൊലവിളിച്ചും ഭീഷണിപ്പെടുത്തിയും തന്നെയാണ് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചതും ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും. ഒരു പക്ഷേ പണത്തിന്റെ ആധിക്യം, ഇഷ്ടംപോലെ പണം വന്ന് കയറുന്നുണ്ടല്ലോ, ക്ലാരിറ്റി ഇല്ലാതെ ചാരിറ്റിയും മറ്റുമൊക്കെ ആയിട്ട്. അപ്പൊ അമേരിക്ക സൗദിയില് വലിയ രൂപത്തിൽ എണ്ണ കണ്ടെത്തി അത് സംസ്കരിച്ചെടുത്തു. വിപണിയിൽ ഇറക്കിയതോടുകൂടിയാണ് മതപ്രചാരണം കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങിയത്. ആർക്കാ അറിയാത്തത്? പണം കൊടുത്തു ടീച്ചർ നിലപാട് വ്യക്തമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ ടീച്ചറിലേക്ക് എത്താം.